ഇത് വെറും കാഴ്ചയല്ല, കാഴ്ചയെ കാഴ്ചപ്പാടാക്കുന്ന അനുഭവങ്ങളാണ് പ്രേക്ഷകർക്ക് ഓരോ എപ്പിസോഡിലും മറുനാടും മലനാടിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നാം തുടർന്ന് കാണാൻ പോകുന്നത് ശ്രീ PM ജാബിറിനെയാണ്. സാമൂഹ്യജീവിയും മനുഷ്യസ്നേഹിയും എന്ന നിലയിൽ സാമൂഹ്യ സേവനം സ്വയം ത്യാഗമായി ഏറ്റെടുത്ത് പ്രകാശമാകുന്ന മരുഭൂമിയിലെ ചുരുക്കം ചിലരിൽ ഒരാൾ. ഇത് PM ജാബിർ. കൈരളി ജാബിർ എന്ന് പറഞ്ഞാൽ ഒമാൻ മുഴുവനും അറിയും. വ്യവസായ സാമ്രാജ്യത്തിന് അധിപനോ അതിസമ്പന്നരുടെ പട്ടികയിലോ അല്ല ജാബിറിന് സ്ഥാനം. പ്രവാസികളുടെ ഏതാവശ്യത്തിനും മുന്നിൽ നിൽക്കുന്ന, അവർക്ക് വേണ്ടി വീറോടെ വാദിക്കുന്ന, അവരുടെ ഏത് പ്രശ്നങ്ങൾക്കും ഏതു സമയത്തും ഇടപെടുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. 88 കൈരളി എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കി, അതിന് ഉണ്ടാക്കുന്നതിൽ മുൻപന്തിയിൽ നിന്നു. അത് പ്രധാനമായിട്ടും സാധാരണ പ്രവാസികൾക്ക് സഹായം എത്തിക്കുന്നൊരു സംഘടനയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ പേരിലാണ് അറിയപ്പെടുന്നത്. മിക്കവാർക്കും ഞാൻ ഇൻഷുറൻസിലാണ് ജോലി ചെയ്യുന്നത് പോലും അറിയില്ല. എല്ലാവരുടെയും ധാരണ ഞാൻ ഈ സാമൂഹ്യ പ്രവർത്തനമാണ് എൻ്റെ ഒരു ജോലി എന്നുള്ളതാണ്. അപ്പോൾ സജീവമായിട്ട് സാമൂഹ്യ പ്രവർത്തന മേഖലയിൽ കഴിഞ്ഞ 25 വർഷത്തിന് മേലായിട്ട് ഇടപെടുന്നു. മസ്കറ്റിൽ പ്രവാസി സംഘടനകൾ സജീവമാകുന്നതിന് മുൻപ് അസംഘടിതരായ ആലംബഹീനരായ മറുനാടൻ മലയാളികൾ അധികാരിവർഗത്തിൻ്റെ, പ്രത്യേകിച്ചും ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരുടെ അധികാര ഗർവിന് മുന്നിൽ പകച്ചു നിന്നുപോയ അവസരത്തിലാണ് ജാബിർ ഒരു കൊടുങ്കാറ്റ് പോലെ അവരുടെ രക്ഷയ്ക്കെത്തിയത്. എംബസി അപ്രാപ്യമായിരുന്ന സമയത്ത് ഞാനത് അവിടെ അക്ഷരാർത്ഥത്തിൽ അത് ചവിട്ടി, എംബസിയുടെ വാതിൽ ചവിട്ടി പൊളിക്കുകയായിരുന്നു. സാധാരണക്കാരനെ കയറ്റണം, അവൻ്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യണമെന്നുള്ളൊരു വാദവുമായിട്ട്. അതിന് വലിയ പിന്തുണ കൈരളി നൽകി, നാട്ടിലുള്ള പ്രസ്ഥാനവും നൽകി. എന്തെങ്കിലും ആവശ്യം ഇവിടുന്ന് പരിഗണിക്കാതെ വരുമ്പോൾ അത് പാർലമെൻറ്റിൽ പോലും ഇഷ്യൂ ആവുമെന്നുള്ള കാര്യം ഇവർ മനസ്സിലാക്കിക്കൊണ്ടൊക്കെ ചെയ്തു തുടങ്ങി. അങ്ങനെയാണ് സാധാരണക്കാരൻ്റെ പ്രശ്നത്തിൽ ഇടപെട്ട് തുടങ്ങിയത്. ദാസപ്പൻ എന്ന ഒരു തൊഴിലാളി നേരിട്ട ഒരു അത്യാഹിതത്തിൽ എംബസി പുലർത്തിയ നിഷ്ക്രിയത്വത്തിൽ അരിശം പൂണ്ട് അതിൽ ഇടപെട്ടുകൊണ്ടാണ് ജാബിർ പൊതുപ്രവർത്തനത്തിനിറങ്ങുന്നത്. ആക്സിഡൻ്റ് എന്ന ഒരാൾ കാർ മെക്കാനിക്കായിരുന്നു. വണ്ടി റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക, അടിയിൽ കിടന്ന് റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക, ഇത് പൊട്ടിയിട്ട് പെട്രോൾ ടാങ്ക് പൊട്ടിയിട്ട് അങ്ങേർക്ക് പൊള്ളലേറ്റു. പൊള്ളലേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിൻ്റെ മുൻഭാഗത്താണ് പൊള്ളലേറ്റിട്ടുള്ളത്, പിൻഭാഗത്താണ് പൊള്ളലേറ്റിട്ടുള്ളത്. അപ്പോൾ അയാൾ അതുകൊണ്ട് ഇങ്ങനെ കമിഴ്ന്ന് കിടന്നുകൊണ്ട് ആയിരുന്നു കുറേ കാലത്തോളം ആശുപത്രിയിലായിരുന്നു. അത് എംബസി ഏറ്റെടുക്കാത്ത ഘട്ടത്തിൽ നമ്മൾ ഏറ്റെടുക്കുകയും അതിനുവേണ്ടി സജീവമായിട്ട് രംഗത്തിറങ്ങുകയും ചെയ്തു. അങ്ങനെയാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കുന്നത്. അത് പിന്നീട് എംബസിയെ കൊണ്ട് എംബസി അത് ചെയ്തു നോക്കുള്ള നിലപാട് എടുക്കുകയും കുറേ കാശ് നമ്മൾ പിരിക്കുകയും, അന്നത്തെ നിലയിൽ അത് 3500 റിയാൽ, ഇന്നത് ആലോചിക്കുമ്പോൾ തന്നെ വമ്പിച്ചൊരു തുകയാണ്, ഇന്നും വലിയ തുകയാണ്. അത് എംബസി വഹിച്ചേ ഒക്കുള്ളൂ നിലപാടെടുക്കുകയും എംബസി മറ്റു രീതിയിൽ സഹായിക്കുകയും ചെയ്തു. പിന്നീട് അയാളെ കയറ്റിയാക്കാൻ നമുക്ക് സാധിച്ചു. കൈക്കൂലിയുടെയും കെടുകാര്യസ്ഥതയുടെയും കൂടാരമായിരുന്നു അന്ന് ഇന്ത്യൻ എംബസി. അവരെ തിരുത്താൻ മുന്നിട്ടിറങ്ങിയവരിൽ മുമ്പനായിരുന്നു ജാബിർ. കഴിഞ്ഞ 33 വർഷമായി ജാബിർ ഒമാനിലുണ്ട്. 25 വർഷമായി സാമൂഹ്യരംഗത്തിടപെടുന്നു. തലശ്ശേരിയിലെ പ്രസിദ്ധമായ മാളിയേക്കൽ കുടുംബാംഗമാണ് ജാബിർ. കണ്ണൂരിൻ്റെ തീവ്ര കമ്മ്യൂണിസ്റ്റ് പ്രകൃതം അന്നേ ജാബിറിലുണ്ടായിരുന്നു. CPM-ൻ്റെ വളരെ ശക്തമായിട്ടുള്ളൊരു പ്രവർത്തകനായിരുന്നു. ഇപ്പോഴും അതേ ചിന്താഗതി വെച്ച് പുലർത്തുന്ന ഒരാളാണ്. ബാലസംഘത്തിലും SFIയിലും ഒക്കെ വളരെ സജീവമായിട്ട് ഉണ്ടായിരുന്ന ഒരാളാണ്. അങ്ങനെയാണ് അവിടെ അവർ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന തലശ്ശേരി പോലുള്ള പ്രദേശത്ത് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, അപകടങ്ങൾ ഒക്കെ കണ്ടുകൊണ്ടായിരിക്കണം സഹോദരന്മാരൊന്ന് നിർബന്ധിച്ച് തന്നെ ഇവിടെ വരുത്തിയത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇതെൻ്റെ ഒരു വീടായി, നാടാ. എനിക്ക് തിരിച്ചു പോകാൻ പോലും ഇഷ്ടമില്ലാത്ത രീതിയിൽ ഒമാനെ ഞാൻ നെഞ്ചോടെ എത്തി. ഒമാനിലെത്തിയിട്ടും ജാബിറിൻ്റെ രക്തത്തിളപ്പ് ഒട്ടും കുറഞ്ഞില്ല. യഥാർത്ഥ വിപ്ലവകാരിക്ക് കാലവും ദേശവും പ്രശ്നമല്ലാത്തതുപോലെ
ജാബിറിന് മലനാടും മറുനാടും ഒന്നായി തോന്നി. പതിയെ പതിയെ ജാബിർ ഒമാനിൽ അറിയപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തകനായി മാറി. പ്രസിദ്ധമായ സംഘടനയായ കൈരളിയുടെ നേതൃത്വനിരയിലെത്തി. തൻ്റെ നാടിനെപ്പോലെ ജാബിർ ഒമാനെയും സ്നേഹിച്ചു. ഒമാനിലെ നിയമങ്ങൾ കർക്കശമാണെങ്കിലും മറ്റ് ഗൾഫ് രാജ്യങ്ങളെ അപേക്ഷിച്ച് പ്രവാസികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നാടാണ്. മറ്റു മതങ്ങളെ സഹിഷ്ണുതയോടെ കാണുന്ന സമീപനമാണ് ഒമാനിലേത്. ഒമാൻ്റെ ഒരു പ്രത്യേകത, ഒമാൻ ഈ മതങ്ങൾക്കൊക്കെ നൽകുന്ന ഒരു സ്വാതന്ത്ര്യമാണ്, എല്ലാ സർവ്വമതങ്ങൾക്കും. ഇവിടെ ഒരു മുസ്ലിം അല്ലെന്ന കാരണത്താൽ അവരുടെ മതസ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നില്ല. ഈ കാണുന്ന പ്രദേശത്ത് ആദ്യം ചർച്ചാണ്. നമ്മളീ കാണുന്നത് ചർച്ചാണ്. മൊത്തം ചർച്ച് കോമ്പൗണ്ടാണ്. മൊത്തം ചർച്ച്, വിവിധ വിഭാഗങ്ങളായിട്ടുള്ള ചർച്ച് കോമ്പൗണ്ട്. അത് കഴിഞ്ഞ് അതിൻ്റെ നേരെ എതിർവശത്താണ് ഇവിടുത്തെ ശിവക്ഷേത്രം, ടെമ്പിൾ. അത് കഴിഞ്ഞ് അതിന് തൊട്ടപ്പുറം പാകിസ്ഥാനി സ്കൂൾ. ഈ മൂന്നും ഒരേ ഒരു ഇതിനകത്ത് പാകിസ്ഥാനി സ്കൂളിൽ നിന്ന് പറയാൻ കാരണം ഇതൊക്കെ വളരെ സൗഹാർദ്ദപരമായിട്ട് ഇവിടെ നിലകൊള്ളുന്നുള്ളതാണ്. തൻ്റെ പൊതുപ്രവർത്തനം കൊണ്ട് ഒരുപാട് പേരുടെ കണ്ണീരൊപ്പുവാൻ ജാബിറിന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് അവർ കൃതജ്ഞതയോടെ തന്നെ ഓർക്കുമ്പോൾ ജാബിറിന് അത് ഇരട്ടി ആവേശം നൽകും. ഹൗസ് മെയ്ഡ് ശാന്തമ്മ എന്ന് മറ്റാണ് അവരുടെ പേര്. അവരെ സ്പോൺസറുടെ പീഡനത്തിൽ നിന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ട് അവർ വന്നു. അവിടെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന് എംബസിയുടെ ഷെൽട്ടറിൽ അവരെ കുറേ 8 മാസത്തോളം അവർ താമസിക്കാൻ അവരുടെ രേഖകളുണ്ടായിരുന്നില്ല. പിന്നീട് അന്ന് MP ആയിരുന്ന സുജാതയായിട്ട് ബന്ധപ്പെട്ട്, ആലപ്പുഴ MP ആയിരുന്ന സുജാതയായിട്ട് ബന്ധപ്പെട്ട് അവരെ രേഖകളൊക്കെ വരുത്തി അവരെ പിന്നീട് പറഞ്ഞേക്കുണ്ടായി. അപ്പോൾ അവർ പോയിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ളത്, അവരെനിക്ക് വേണ്ടി ഗുരുവായൂരിലൊന്ന് പ്രത്യേകം ഒരു പൂജ ചെയ്യുന്നുള്ളതാണ്. അവർ ചെയ്തു. പിന്നീട് എന്താണെന്ന് എനിക്കറിയില്ല, കാരണം ഞാനൊരു വിശ്വാസം ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ അത് വല്ലാതെ എൻ്റെ മനസ്സിനെ ഇത് ചെയ്യുന്നുണ്ട്. അതേപോലെ വേറൊരു ഹൈദരാബാദി ഒരാളുടെ പാസ്പോർട്ടിൻ്റെ വിഷയത്തിൽ അയാൾക്ക് കിട്ടാത്ത ഘട്ടത്തിൽ എംബസിയിൽ രൂക്ഷമായിട്ട് സംസാരിക്കുക, അയാൾക്ക് പാസ്പോർട്ട് ഇട്ടിച്ചപ്പോൾ അയാൾ എന്നെക്കാൾ അന്ന് പ്രായം കൂടിയ മനുഷ്യൻ്റെ കാലിന് വീണ അനുഭവങ്ങൾ. അപ്പോൾ ഇതൊക്കെ പലപ്പോഴും മനസ്സിൽ തങ്ങുന്നത് വളരെ ചുരുക്കേ ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ ആയിരക്കണക്കിന് ആളുകൾക്ക് സഹായം എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ചുരുക്കം ആളുകളെ മാത്രമേ മനസ്സിൽ തങ്ങുള്ളൂ. ചിലത് എല്ലാ കാലത്തും മനസ്സിൽ തങ്ങും. അങ്ങനെയുള്ള ചില അനുഭവങ്ങളാണ് ഇതൊക്കെ തന്നെ. നല്ല ഓർമ്മകൾക്കൊപ്പം നന്ദികേടിൻ്റെ ദുരനുഭവങ്ങളും ജാബിറിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ഈ അനുഭവങ്ങൾ എഴുതാൻ ഉദ്ദേശിച്ചിരുന്നു. ഇപ്പോൾ എഴുതാൻ എൻ്റെ മകളതിന് എൻ്റെ ഒരു ഇതിലാണ്. അപ്പം അതിൻ്റെ ടൈറ്റിൽ തന്നെ ഞാൻ ഉദ്ദേശിച്ചത് ജാബിർ ഹൂ എന്നാണ്. അതൊരു അനുഭവത്തിൻ്റെ ഇതിലാണ്. ഒരു ശ്രീലങ്കക്കാരി ഒരു യുവതി 2002 സംഭവം. അവളൊരു മലയാളി, ഇസ്മായിൽ എന്ന് പറഞ്ഞ ഒരു മലയാളി കല്യാണം കഴിച്ച് അവളുടെ ഇതൊക്കെ കൊണ്ട് കാശൊക്കെ കണ്ട് നാട്ടിലേക്ക് കളഞ്ഞു കളഞ്ഞു. അപ്പോൾ അതിന് അവളെ സംരക്ഷിച്ചു, നാട്ടിലെത്തിച്ചു, നാട്ടിലെ NGOനെ ഏൽപ്പിച്ചു. അവനെ ഇസ്മായിലിനെ കണ്ടെത്തി, ഇസ്മായിലിൻ്റെ കയ്യിൽ നിന്ന് അവൾക്ക് ആനുകൂല്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നു. അവൾ ശ്രീലങ്കക്കാരിയാണ്. അത് കഴിഞ്ഞ് അവളോട് തിരിച്ചു വന്ന് 6 മാസം കഴിഞ്ഞിട്ട് അവളുടെ വീട്ടിൽ നിരന്തരം ഞാനും എൻ്റെ ഭാര്യയും കൂടെ പോയിട്ട് അവൾക്ക് എല്ലാ സഹായം ചെയ്തു. അവൾക്ക് ഒരു കുട്ടിയുണ്ട്, സഹായം ചെയ്യുന്നു. ഒരു 6 മാസം കഴിഞ്ഞിട്ട് അവളെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ശാന്തി, ദിസ് ഇസ് ജാബിർ. അപ്പോൾ ഉടനെ ചോദിക്കുക, ജാബിർ ഹൂ ജാബിർ? ഇതിലും വലിയൊരു കൃതജ്ഞത ഇതല്ല. അപ്പം പെട്ടെന്ന് അവളത് പിന്നീട് അവൾ തിരുത്തിയെങ്കിൽ പോലും അതങ്ങനെ പലപ്പോഴും അനുഭവം ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും പറയുന്നത് സാറിന് ജീവിതകാലം മുഴുവൻ മറക്കില്ല, അതൊക്കെയാണ്. നമ്മളത് ആഗ്രഹിക്കുന്നില്ല, മറക്കാനാണ് എല്ലാവരും പറഞ്ഞത്. ഇത് കഴിഞ്ഞാൽ തീർന്നു. ഈ ഒരു അനുഭവം കഴിഞ്ഞാൽ നമ്മളുടെ കൊണ്ടുള്ള ഉപയോഗം കഴിഞ്ഞു. അതുകൊണ്ട് മറക്കാനാണ് പറയുക. എല്ലാവരും അങ്ങനെ പറയുമെങ്കിലും കൃതജ്ഞത കണ്ടമാനം ഉണ്ടായിട്ടുണ്ട്, കൃതജ്ഞത പോലെ തന്നെ. അതോടൊപ്പം തന്നെ വധഭീഷണികൾ ഉണ്ടായിട്ടുണ്ട്, അപകടപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഈ സെക്സ് റാക്കറ്റിനെ തുറന്നു കാട്ടുമ്പോഴൊക്കെയാണ്. സെക്സ് റാക്കറ്റിന് ഒരു 106 പേരുള്ളൊരു സെക്സ് റാക്കറ്റിനെ അറസ്റ്റ് ചെയ്യിക്കേണ്ടായി, 106 പേരുൾപ്പെടെ സ്ത്രീകളെ രക്ഷിക്കുകയും ഇവരെ അറസ്റ്റ് ചെയ്യിക്കേണ്ട. അപ്പോൾ ഉടനെ വലിയ വധഭീഷണി വരികയുണ്ടായി, തട്ടിക്കളയുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോഴും നിലനിൽക്കുകയാണ്. പിന്നീട് ആ സമയത്തൊക്കെ എനിക്കെൻ്റെ സഹപ്രവർത്തകർ ഈ ബോഡി ഗാർഡിനെ പോലെ എൻ്റെ കൂടെ വന്ന് രക്ഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മുമ്പോട്ട് എപ്പോഴും പോകാനുള്ള ഊർജ്ജമുണ്ട്. പല പ്രശ്നങ്ങളുണ്ട്, എന്നാലും മുമ്പോട്ട് വളരെ സജീവമായിട്ടാണ്. ഇതുപോലുള്ള ഓരോ പ്രശ്നങ്ങളും എന്നെ ഇത് ചെയ്യുന്നില്ല, പിന്നോട്ടടിപ്പിക്കുന്നില്ല. ഓരോ ഇതേപോലും ഒരു വാശിയാണ്. ഇപ്പം 56 വയസ്സായി എനിക്ക്, എന്നാലും എനിക്കൊരു വാശി വരികയാണ് എന്നെ അങ്ങനെ ആരെങ്കിലും അപകടപ്പെടുത്താനോ അല്ലെങ്കിൽ എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനോ ശ്രമിക്കുകയാണെങ്കിൽ കൂടുതൽ ശക്തമായിട്ട് നിൽക്കുക എന്നുള്ളത്. അപ്പോൾ എല്ലാത്തിനും എൻ്റെ ഈ പ്രസ്ഥാനത്തിൻ്റെ പിന്തുണ ഉണ്ട്, അതുപോലെ എൻ്റെ കുടുംബത്തിൻ്റെ, അതുകൊണ്ടുള്ളൊരു ഇത് കൂടെ ഉണ്ട്.
ഈ നാട്ടിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരായി കഴിഞ്ഞാൽ ഏത് കാലത്തായി കഴിഞ്ഞാലും അവരതിന് എല്ലാവിധ ഇതും ചെയ്യുന്നുണ്ട്. ഒമാൻ്റെ നിയമത്തിനനുസരിച്ച് ഒമാൻ്റെ നിയമം ലംഘിക്കാത്ത രീതിയിൽ എന്ത് ചെയ്യുന്നതിനും എനിക്കൊരു യാതൊരു ഭയവുമില്ല എന്നുള്ളതാണ്. അനധികൃത പ്രവാസികളെ നിയമത്തിൽ നിന്നും രക്ഷിക്കാനായി പൊതുമാപ്പ് പ്രഖ്യാപിക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചതിന് പിന്നിലും ഇദ്ദേഹത്തിന്റെ ശക്തമായ ഇടപെടലുണ്ടായിട്ടുണ്ട്. തന്റെ അനുഭവങ്ങൾ വായനക്കാരുമായി പങ്കുവയ്ക്കാൻ ജാബിർ ഒരു പുസ്തകരചനയുടെ പണിപ്പുരയിലാണ്. പേര് ജാബിർ ഹു. തന്റെ പ്രവർത്തനങ്ങൾ സാർത്ഥകമാക്കുന്നത് മലയാളികളുടെ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഇദ്ദേഹം വിശ്വസിക്കുന്നു. മലയാളികൾ വലിയ പിന്തുണയാണ് എനിക്ക് നൽകിയിട്ടുള്ളത്. കാരണം സാധാരണക്കാരൻ ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ചെയ്തു തരാൻ തയ്യാറാണ്. കാരണം പലപ്പോഴും സംഭവിക്കുന്നത് ഒരു പ്രദേശത്ത് ഒരാൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അയാൾ എന്നെ വിളിക്കുന്നു. അപ്പം ഞാനത് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ആ പ്രദേശത്ത് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ ഏൽപ്പിക്കുന്നത് അയാളെയാണ്. അപ്പോൾ അതുവഴി അങ്ങനെ നിരവധി പേരെ സുഹൃത്തുക്കളായിട്ട് ലഭിച്ചിട്ടുണ്ട്. അതൊന്നും ഒരു രാഷ്ട്രീയ ബന്ധങ്ങളോ ഒന്നുമല്ല. അവർ ഒരു സഹായം എന്ന രീതിയിൽ മാത്രം ചെയ്തിട്ടുള്ള ആളുകളാണ്. അത് ഇങ്ങനെ ഈ മലയാളികളുടെ ഒരു പ്രത്യേകത, അവിടെ ഒരു കൂടെ ജോലി ചെയ്യുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു മറ്റൊരു മനുഷ്യന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആദ്യം ഇടപെടുന്ന മലയാളിയാണെന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ എല്ലാവരുടെയും വലിയ പിന്തുണയും സഹകരണവും കിട്ടിയിട്ടുണ്ട്. മതരഹിതനാണ് ജാബിർ. മതത്തിനുപരിയായി മനുഷ്യനെയാണ് ജാബിർ സ്നേഹിക്കുന്നത്. കുടുംബത്തിൽ നിന്നും വലിയ പിന്തുണയാണ് ഇദ്ദേഹത്തിന് ലഭിക്കുന്നത്. കുടുംബത്തിൻ്റെ വലിയ പിന്തുണയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഞാൻ ഇടപെടുന്ന വലിയൊരു വിഭാഗം സ്ത്രീകളുമായിട്ടാണ്. സ്ത്രീകളുമായിട്ട് ഇടപെടുന്ന സമയത്ത് മറ്റ് പല ആരോപണങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. കാരണം നിരവധി സ്ത്രീകളെ സഹായിക്കുന്നു, അവർ പീഡനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് റാക്കറ്റിൻ്റെ കയ്യിൽ നിന്ന് പോലും രക്ഷപ്പെടുത്തുകയൊക്കെ ചെയ്യുമ്പോൾ ആരോപണങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓരോ വിഷയവും ഭാര്യയ്ക്കറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പം വലിയ പിന്തുണ വീട്ടിലുണ്ടാവാറില്ല. മിക്കവാറും ഈ അവധി ദിവസങ്ങളിലൊന്നും തന്നെ വീട്ടിലില്ലാത്ത ഘട്ടത്തിൽ വീട്ടിൻ്റെ കാര്യങ്ങൾ മുഴുവൻ നോക്കിയത് അവളാണ്. മക്കളെ വളർത്തുന്ന കാര്യത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്തതൊരു ഭാര്യ തന്നെയാണ്. എൻ്റെ കൂടെ ഈ സാമൂഹ്യ പ്രവർത്തനത്തിലുണ്ടെന്ന് മാത്രമല്ല, വീട്ടിലെ കാര്യങ്ങൾ മുഴുവൻ ചെയ്തു. മക്കളും വളർന്നപ്പോൾ മക്കൾ ഈ വിഷയത്തിൽ എന്നോടൊപ്പം തന്നെ ഇടപെടുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ കുടുംബത്തിൻ്റെ വലിയ പിന്തുണ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഷെഹനാസാണ് ഭാര്യ. 2 പെൺമക്കൾ, വയലാനയും ജൂലിയാനയും. 2 പേരും വിവാഹം കഴിഞ്ഞ് കുടുംബമായി കഴിയുന്നു. ബധിരകർണങ്ങളെ ഉണർത്താൻ ഉറക്കെ സംസാരിക്കണം എന്ന വീര ഭഗത് സിംഗിന്റെ വാക്കുകളെ വേദവാക്യമായി ഉൾക്കൊണ്ടുകൊണ്ടാണ് ജാബിർ പ്രവർത്തിക്കുന്നത്. അതിനാൽ ഈ മനുഷ്യൻ അനീതിക്കെതിരെ, അധികാരവർഗത്തിന്റെ നിഷ്ക്രിയത്വത്തിനെതിരെ ഉറക്കെ തന്നെ സംസാരിക്കുന്നു, പ്രവർത്തിക്കുന്നു. ഇന്നും എന്നും എപ്പോഴും. മറുനാട്ടിൽ കാണാൻ ഇനിയും ധാരാളം മുഖങ്ങളുണ്ട്, കേൾക്കാൻ കൂടുതൽ അനുഭവങ്ങളുമുണ്ട്. അടുത്ത വ്യാഴാഴ്ച വരെ കാത്തിരിക്കാം. ശുഭരാത്രി.